എല്ലാ ദിവസവും സമയം കിട്ടുമ്പോൾ നടക്കുക എന്ന് പറയുന്ന ഒരു സാധനം. മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് മാസ്ക് ഇട്ട് നടക്കും, തൊപ്പി മാസ്ക് ഒക്കെ വെച്ച് നടക്കും. ആ തൊപ്പി മാസ്ക് വെച്ച് നടത്തില്ലെങ്കിൽ ഇന്നലെ ഞാനൊക്കെ പരിപാടി കണ്ട ആൾക്കാർ ചിലപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മനസ്സ് മടുപ്പിക്കും. ധ്യാനത്തിന് പോയി മാനസാന്തരപ്പെടും, ചിലർ ജയിലിൽ പോയി മാനസാന്തരപ്പെടും. ഞാൻ കോമഡി കേട്ട് മാനസാന്തരപ്പെട്ട ഒരു പാവം കൊണ്ട്. ചേട്ടൻ റൊമാൻറ്റിക് ആണോ? ഞാൻ റൊമാൻറ്റിക് ആണോന്നാ? ഞാൻ 3 ദിവസം റൊമാൻറ്റിക് ആയിട്ട് ആശുപത്രി കിടന്ന ആളാണ്. ബേസിക്കലി ഞാൻ ഇലക്ട്രിക് എഞ്ചിനീയറാണ്. പക്ഷെ സത്യം പറയാലോ, എനിക്ക് വീട്ടിലെ ക്രിസ്മസ് സ്റ്റാർ വെക്കാനുള്ള കഴിവും കൂടെ ഇല്ല. പിന്നെ വകയിലൊരു ചേട്ടനുണ്ട്, പുള്ളി കുറച്ച് ഡിസിപ്ലിൻഡാ. വാട്സാപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, എന്തിനേറെ പറയുന്നു ഫോൺ പോലും ഇല്ല. സത്യമായിട്ടും ജയിലിൽ ഇതൊന്നും അലൗഡല്ല. പിച്ച വെച്ച നാൾ മുതൽ ഒരാഗ്രഹം, പടം ഷൂട്ടു കാണാൻ ഒന്ന് പോകുവാൻ. അച്ഛനിഷ്ടമല്ല പോണതെങ്കിലും ഞാൻ ഒളിച്ചു പാത്തു ഷൂട്ടു കണ്ടിടും. Once upon a time, once upon a time, once upon a time, once upon a time. അമൃത ടെലിവിഷന്റെ എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും നമസ്കാരം. ഇത് വൺസ് അപ്പോൺ എ ടൈം കലിപ്പനും കാന്താരിയും. അപ്പൊ കലിപ്പന്റെയും കാന്താരിയുടെയും ഒരു പുതിയ വേർഷനുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തമാശകൾ നിറഞ്ഞ മത്സരങ്ങളാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്കിനി സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ജഡ്ജസ്. ലെറ്റ്സ് വെൽക്കം അവർ ചീഫ് ജഡ്ജ്, ദി വൺ ആൻഡ് ഓൺലി രമേശ് പിഷാരടി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനെ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹം നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം അവർ വെരി ലവിംഗ് കലാഭവൻ പ്രജോത്. നമ്മുടെ വൺസ് അപ്പോൺ എ ടൈം പുതിയ രൂപത്തിലും ഭാവത്തിലും വന്നു എന്നൊക്കെ പറയുന്ന പോലെ പ്രചോദേട്ടന് പുതിയ രൂപത്തിലും ഭാവത്തിലും വന്നിരിക്കുന്നുണ്ടോ? ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടോ? എങ്ങനെയാന്ന് വെച്ചാല് മൊത്തത്തില് ഈ ഫ്ലോറില്. അല്ല, ഞാൻ ഈ നിങ്ങളെ കണ്ടു തുടങ്ങിയ കാലം തൊട്ട് നിങ്ങൾ അങ്ങനെ ഒരു ഫിറ്റ്നസ് ഉള്ള ആള് തന്നെയാണ്, ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഈ ഇടയായിട്ട് കുറച്ചുകൂടെ ഒരു ആകാര സൗഷ്ഠവം, ഒരു പുഷ്ടി, നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ ഒക്കെ കലക്കി കുടിച്ച് തുടങ്ങുന്നതിന് ശേഷമുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ കാണുന്നുണ്ടോ കയ്യിലും ഇവിടെ നിന്നൊക്കെ തോന്നുന്നുണ്ട്? എന്താ അതിന്റെ രഹസ്യം? ഒന്നുമില്ല, നമ്മൾ ഈ പറയുന്ന പോലെ എന്താണെന്നറിയോ, കുറച്ച് വർക്കൗട്ട് പരിപാടി, ഓട്ടവും ചാട്ടങ്ങളൊക്കെ പതിവായിട്ട് ചെയ്യാറുണ്ട്. പതിവായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എന്താ പറയുന്നത്, നമ്മൾ എല്ലാ ദിവസവും സമയം കിട്ടുമ്പോൾ നടക്കുക എന്ന് പറയുന്ന ഒരു സാധനം, അത് വേണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തെങ്കിലുമൊക്കെ നടക്കുകയോ ഓടുകയോ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് നമ്മൾ ചെയ്യണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. മാസ്ക് ഒക്കെ മാസ്ക് ഇട്ട് നടക്കും, തൊപ്പി മാസ്ക് ഒക്കെ വെച്ച് നടക്കും. ആ തൊപ്പി മാസ്ക് വെച്ച് നടത്തില്ലെങ്കിൽ ഇന്നലെ ഞാനൊക്കെ പരിപാടി കണ്ട ആൾക്കാർ ചിലപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മനസ്സ് മടുപ്പിക്കും. ഞങ്ങൾ ഒന്നിച്ചൊരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ അന്ന് നമ്മുടെ ഷൂട്ടിങ് താമസിച്ച് ഷൂട്ടിങ്, കാരണം ഈ പ്രോഗ്രാം ഡെയിലി ടെലികാസ്റ്റ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഫ്ലോറിൽ താമസിച്ചിട്ട് ഇന്ന് ഷൂട്ടിങ് രാവിലെ തൊട്ട് രാത്രി വരെ അവിടെ തന്നെ ഒരു മുറിയുണ്ട്, അവിടെ കിടക്കും, പിറ്റേന്ന് ഷൂട്ടിങ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിപാടി കാണാനുള്ള സൗകര്യമില്ല. അങ്ങനെ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ TV ഉണ്ട്, മൂലയ്ക്ക് ഭിത്തിയിലൊരു TV ഇരിപ്പുണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിപ്പോട് കൂടി ഞങ്ങളുടെ പരിപാടിയുടെ ടെലികാസ്റ്റും കൂടെ കാണാൻ പോകും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് കഴിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വേറൊരു സംഘം അവിടെ വന്നിരിപ്പുണ്ട്. അവർ ഞങ്ങളെ നോക്കും, TV ഇട്ട് നോക്കും. അവസാനം ഹോട്ടലുകാരനോട് പറയാ, ചേട്ടാ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കും, കഴിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട്. അന്ന് പക്ഷെ നല്ല പരിപാടിയായിരുന്നു. ഇവര് ഞങ്ങളോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ്. അതെ. അല്ല, അന്ന് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് പരിപാടി നടത്തി പിടിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഈ പറഞ്ഞ പോലെ ഒരു വർഷം നമ്മുടെ ഒരു സ്നേഹിതനാണ് പുള്ളി. ഒരു വർഷം നമ്മളെ മാറ്റി നിർത്തി വേറെ കുറെ ആൾക്കാരെ പരിപാടിയാക്കി ഏൽപ്പിച്ച് അങ്ങനെ ആ അമ്പലത്തിൽ പരിപാടി പുള്ളി ചെയ്തു. പരിപാടി ചെയ്താൽ ഭയങ്കര ബോറായിരുന്നു. അതിനുശേഷം ഇയാൾ ഈ അടുത്ത വർഷം ഇതേ സ്ഥലത്തേക്ക് തന്നെ ഈ പോസ്റ്റർ അയച്ചു കൊടുത്തു, ഷോക്കാർഡ് വീണ്ടും. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ കഴിഞ്ഞ വർഷം പരിപാടി നടത്തിയ പരിപാടി മൊത്തം ബോറിലായിരുന്നു, പിന്നെ എന്തിനാണ് ഈ ഷോക്കാർഡ് ഇങ്ങോട്ട് അയച്ചു തന്നെ? അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ പരീക്ഷണം നടത്തിയതാണ്. അപ്പോൾ പുള്ളി ചോദിക്കുക, പരീക്ഷണം നടത്താനേ ഇത് ലാഭമല്ല, അമ്പലം. അത് ഈ ഞാൻ പറഞ്ഞ കഥയില് ഞങ്ങൾ അന്നവിടെ അയാൾ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് പിറ്റേന്ന് വെളുപ്പിന് ഒരു 8:30-9 മണിയായി ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പോയപ്പോ. അതെ, പോലീസ് പിടിച്ച് ഞങ്ങളെല്ലാം. അതായത് അവൻ പറഞ്ഞ ഇതങ്ങ് നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചിടത്തും പറഞ്ഞല്ലോ, അവൻ കുറച്ചേരമായി അത് പറയാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഹോട്ടലിൽ മറ്റു ഭക്ഷണം കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല, ഇവൻ മാത്രം ചേട്ടാ ചാനൽ മാറ്റ്, ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റിയല്ല. ഇപ്പൊ ഈ ഹോട്ടലുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ TV കാണാൻ വന്നതല്ലല്ലോ. TV ഇവരെല്ലാ ദിവസവും കഴിഞ്ഞ 2-3 മാസമായിട്ട് എല്ലാ ദിവസവും വന്ന് ഇവിടെ കഴിക്കുന്നവരാണ്. പിന്നെ ആ പരിപാടി ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാം കാണണം, നിങ്ങൾക്ക് വേണ്ടി ചാനൽ മാറ്റാവോന്ന് ചോദിച്ചു.
അങ്ങനെ കുറച്ച് വഴക്ക് മൂത്തു. അവസാനം കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് ഈ ഹോട്ടലിന്റെ പുറത്ത് ഞാനൊക്കെ കഴിച്ച് തീർന്നിട്ടില്ല, ഒരു ഉന്തും തള്ളും നടക്കുന്നുണ്ട്. നോക്കുമ്പോൾ പ്രചോദേട്ടനും അവനും കൂടെ തള്ളി മറിച്ചിട്ട് അവിടെ പകല് കരിക്ക് വിൽക്കുന്ന ഒരു കടയുണ്ട് ഈ ഹോട്ടലിന്റെ മുന്നിൽ. രാത്രി കരിക്ക് വെള്ളം ആരും കുടിക്കൂല, രാത്രി അത് അടച്ചിട്ടേക്കും. അവിടുന്ന് രാവിലെ ചെത്തിയ കരിക്ക് 2 എണ്ണം കൈ പിടിച്ചിട്ട് 2 പേരും വേടാ വേടാ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഞങ്ങൾ പിടിച്ചു മാറ്റാൻ ചെന്നപ്പോഴത്തേക്ക് അവന്റെ 4 കൂട്ടുകാർ വരുന്നു. ഞങ്ങൾ ഇറങ്ങുന്നു. 10 മിനിറ്റ് ഹൈവേ പോലീസ് വരുന്നു. ഞങ്ങളെല്ലാം പിടിച്ച് ആലപ്പുഴ സ്റ്റേഷനിൽ. അവസാനം ഒരു വക്കീൽ ആലപ്പുഴയിൽ നിന്ന് വന്ന് ജാമ്യമൊക്കെ എടുത്ത് ഒരു TV കണ്ടതിന്റെ പേരില്. അതെ, തന്നെയല്ല അന്ന് എനിക്കൊന്ന് അല്ല എന്റെ വന്ന സാധനം ഉണ്ടായിരുന്നു. സാധനമായിട്ട് എന്തോ സംസാരിച്ച് ഇയാൾ സാധനം ചീത്ത വിളിച്ചു. അങ്ങനെയാണ് നമ്മൾ ഉടക്ക് തുടങ്ങുന്നത്. പ്രൊവോക്ക് ചെയ്ത് ഇതിനെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ പിടിച്ചുമാറ്റം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സാധനം അവിടെ കിടക്കുന്ന ഒരു പേഴ്സ് അതെടുത്തോണ്ട് നേരെ ആ കൂട്ടത്തിലേക്ക് ഒരെണ്ണം കൂടെ കൊടുത്തവൻ അവിടെ ചെന്നിട്ട് നിങ്ങളുടെയാണ് പേഴ്സ് എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. അവർ 4 പേര് സാധനം പിടിച്ച് ഇടിയോടിയാണ്. അതായത് ഇടിയുടെ ഇടയിൽ അതെ, അത് ശത്രു ടീമിൽ ഒരുത്തിന്റെ പേഴ്സാ താഴെ വീണേ. സാജൻ ചേട്ടൻ അതിനിടയിൽ ഒരു തോക്ക് കളഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന് വണ്ടർമട്ടായി പറയുന്ന പോലെ വീണ് കിട്ടിയ പേഴ്സ് തുറന്നു കിട്ടുന്ന ഞങ്ങളുടെ അറിയാൻ പേഴ്സ്. എടാ പക്ഷേ നിന്റെയാണോ പ്രജോന്റെയാണോ? അല്ല. അപ്പൊ നേരെ അവരെ പിടിച്ച് ഒരു വിധം മാറ്റി നിർത്തിയേക്കുന്ന എടുത്തിട്ട് നിങ്ങളുടെ പേഴ്സാണെന്ന് ചോദിച്ചാൽ അത് മേടിച്ചിട്ട് ഒരെണ്ണം കൂടെ പടോ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. സ്റ്റേഷനിലായി അല്ലേ? അതെ, നമുക്ക് വന്ന ഉടനെ തുടക്കത്തിൽ തന്നെ പറയാൻ പ്രശ്നം നല്ലൊരു ഓർമ്മകൾ നമുക്ക് കിട്ടിയല്ലോ. അന്നൊക്കെ ഇടിയുണ്ടായാലും മറ്റവന് കാര്യമായിട്ടൊന്നും പറ്റരുതെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഇടിയുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഒറ്റ ഇടിക്ക് 2 പേര് ക്ലോസ്, 2 കേസ് എല്ലാം എല്ലാം. ആരും പേടിക്കണ്ട, ഞാൻ പണ്ട് വലിയ ഗുണ്ടയായിരുന്നു. ഇപ്പം മാനസാന്തരം വന്ന ഒരു പാവം ഗുണ്ടയാണ്. എൻ്റെ പേര് ഗുണ്ട രാഹുൽ. അതെ, രാഹുൽ കെ. എൻ്റെ ചരിത്രം പറഞ്ഞാലേ പൊടികെട്ടിയ ഗുണ്ടയായിരുന്നു ഞാൻ പണ്ട്. അങ്ങനെ ഒരുപാട് ഗുണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു നടക്കുന്ന സമയത്ത് പല ഗുണ്ടകളും മാനസാന്തരപ്പെടും. ധ്യാനത്തിന് പോയി മാനസാന്തരപ്പെടും, ചിലർ ജയിലിൽ പോയി മാനസാന്തരപ്പെടും, ചിലർ ജീവിതത്തിൽ പട്ടിണി കാരണം മാനസാന്തരപ്പെടും. ഞാൻ കോമഡി കേട്ട് മാനസാന്തരപ്പെട്ട ഒരു പാവം ഗുണ്ടയാണ്. അല്ല, അത് ചില സത്യങ്ങളുണ്ട്, ചില കോമഡികള്, ചില കാര്യങ്ങളൊക്കെ, ചില സിനിമ കണ്ട് മാനസാന്തരം വരുന്ന ആൾക്കാരുണ്ട്. ഒരു സിനിമ കാണുമ്പോൾ അത് മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ട് സ്വഭാവം മാറുക. സിനിമ കണ്ട് ചീത്തയാവുന്നവരെന്ന് പറയുന്നവരും ഉണ്ടെന്ന് പറയുന്നു അല്ലേ? ഇതിപ്പോ കോമഡി പരിപാടികൾ കണ്ട് ജീവിതത്തെ അങ്ങനെ വളരെ നൈർമല്യത്തോടെ കാണാനുള്ള ഒരു മനസ്സിലേക്ക് എത്തി അല്ലേ? പക്ഷെ ഞാൻ മുഴുവൻ പറയട്ടെ, പക്ഷെ ഇപ്പോഴും കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കോമഡി കേട്ടില്ലെങ്കിൽ ഞാൻ വയലന്റ് ആവും. നല്ല നല്ല കോമഡികൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ കത്തിയാനെടുക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് കോമഡികൾ കേട്ടോണ്ടിരിക്കണം. ഇവിടെ നല്ല നല്ല കോമഡികളുണ്ട്. ഞാൻ വന്നപ്പോ ഒരു കാര്യം ചോദിക്കണം, ഈ പാട് എങ്ങനെ ഉണ്ടായതാണെന്ന്? ഈ പാടാ അത് പുലി പിടിക്കാൻ പോയതാ. പുലി പിടിച്ചിട്ടുണ്ട്? പിന്നെ നാട്ടിൽ പുലി ഇറങ്ങിയ സമയത്ത് വേട്ടക്കാരൻ വന്നു. അപ്പൊ വേട്ടക്കാരന് ഒറ്റയ്ക്ക് കാട്ടി പോകാനൊരു പേടി. അത് നാട്ടിലെ ഏതെങ്കിലും ധൈര്യമുള്ള ഒരാൾ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ മുഴുവൻ പറഞ്ഞു ഗുണ്ട ഞാനാണല്ലോ, രാഹുൽ പോയാൽ മതി. അങ്ങനെ ഞാനും വേട്ടക്കാരനോട് കാട്ടിലൂടെ പോവുക. ഘോര മൃഗങ്ങളുടെ അലർച്ചകൾ, ആനയുടെ ചിഹ്നം വിളി, കൂറ്റാക്കൂറ്റിട്ട് ചീവീടിന്റെ കരച്ചില്. ഇതിനിടയിൽ ഞങ്ങൾ പതുങ്ങി കാട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഏത് നിമിഷവും പുലി ചാടി വീഴാം. തോക്കും ചൂണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തവള വട്ടം ചാടി. അത് കണ്ട് പേടിച്ച് ഞാൻ ഓടിപ്പോ ഇല്ലിമ കൊണ്ടതാ. ബിൽഡപ്പൊക്കെ കേട്ടപ്പോ പുലി മാന്തിയുള്ള ഞാൻ വിചാരിച്ചു. കയ്യിലെ പടം ഇതാ. അത് ഇതുപോലത്തെ കേസൊന്നും അല്ല, എനിക്ക് കൊപ്രയുടെ പരിപാടിയാ. ഈ കൊപ്ര കച്ചവടം എന്ന് പറയുമ്പോൾ മത്സരമുള്ള ഫീൽഡാണല്ലോ. ഒത്തിരി ഗുണ്ടായുസൊക്കെ കാണിച്ചാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചില അടിപിടിയും ബഹളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഫീൽഡില്. അങ്ങനെ ഒരു ദിവസം ഞാൻ കൊപ്ര ഉണക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇരുട്ടത്തൊരു കാൽപെരുമാറ്റം. അപ്പൊ ഞാൻ ജാഗരൂകനായി. വേറെ ഗുണ്ടയായിരിക്കും. ഞാൻ പിന്നെ നോക്കി കഴിഞ്ഞപ്പോ ഇരുട്ടത്ത് 2 പേര്. ആരടാ എന്ന് ചോദിച്ചപ്പോ ഗുണ്ട സുധീഷ്, ഗുണ്ട രാഘവൻ. ഇമാർ 2 പേരും എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരിക. തീർക്കാൻ വരുമായിരിക്കും. ഞാൻ ധൈര്യത്തോട് ചോദിച്ചു, എന്താടാ എൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ഈ കൊപ്ര കുത്തണത് കണ്ടിട്ടില്ല, ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ അതിനെന്താ ഇപ്പൊ തന്നെ കാണിച്ചു തരാറുണ്ട്. കത്തിയെടുത്ത് കൊപ്ര ഇങ്ങനെ ഒറ്റ കുത്തല, കത്തി തെന്നിട്ട് ഒറ്റ കൊള്ളല്, ചോര എങ്ങനെ ചീറ്റണം, അയ്യര് കളി ചോരയാണ്. അങ്ങനെ കൊപ്ര കുത്തിപ്പ് കൊണ്ടതാണോ കയ്യില്? അതെ. അപ്പൊ ഈ ഗുണ്ട സുധീഷും മറ്റവനും ഒക്കെയോ? ഗുണ്ട സുധീഷ് രക്തം കണ്ട വഴി ബോധം കെട്ട് അപ്പൊ തന്നെ വീണു. അയ്യോ. രാഘവനോ? മറ്റവനാണെങ്കിൽ ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യേ എന്നും പറഞ്ഞിട്ട് കരച്ചിലോട് കരച്ചില്. രാഹുൽ
രാഹുൽ കെ ആ? എന്തു പറ്റി? കോമഡി കേൾക്കാനിട്ടേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അയ്യോ, വയലന്റ് പുള്ളി പറഞ്ഞ കോമഡി തുടങ്ങും സാർ. ഇപ്പൊ തന്നെ തുടങ്ങാൻ ചേട്ടാ. കോമഡി പെട്ടെന്ന് പറ. നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങാം. നിങ്ങൾ അവിടെ നിന്ന് പറയാൻ അവിടെ പറ്റില്ല. ഇരുന്നാ മതി, തുടങ്ങും. ഈ കോമഡിക്ക് വയലന്റ് ആയാലേ ആ. ഞാനപ്പോ തന്നെ ചവിട്ടി കൈയിടും. ഇല്ലില്ല, ഇപ്പം ഈ സ്പോട്ടിൽ നമ്മൾ കോമഡി കോമഡി തുടങ്ങാം. തുടങ്ങാം. ചേട്ടൻ കൊണ്ടുപോകും, ചേട്ടൻ അവിടെ ഇരുന്നോ കേട്ടോ. ഇപ്പൊ പറ, ഇപ്പൊ തുടങ്ങ്. അയ്യോ, പെട്ടെന്ന് പറ പിന്നെ ഇടാം. മക്കളെ ഒരു കോമഡി പറ. പെട്ടെന്ന് പറഞ്ഞോ, അല്ലെ മൂക്കി കൈയിടും. അപ്പൊ നമ്മുടെ രാഹുലിന് തമാശ കേട്ടില്ലെങ്കിൽ രാഹുൽ വയലന്റ് ആവുന്ന പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ വൈകിണ്ട നമ്മുടെ കണ്ടസ്റ്റൻസിനെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ആർ കലിപ്പൻ ആൻഡ് കാന്താരി, തോമസ് ആൻഡ് അഞ്ജലി. ഇപ്പോ തോമസ് വന്നിരിക്കുന്നത് കോതമംഗലത്തു നിന്നാണ്. കോലഞ്ചേരി എന്നാണ്. ഓക്കെ, അത് ശരി. മുൻപ് വന്നിട്ടുണ്ടല്ലോ സീസൺ 2 ബിടെക് പഠിക്കുമായിരുന്നു. അപ്പോ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ പരിപാടി? എന്താ 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 ബിടെക് കംപ്ലീറ്റ് ചെയ്തില്ലേ? പാസ്സായില്ലേ? സപ്ലി ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ? ഒന്ന് ഇടപെടൂ ചേട്ടന്മാരെ. ഞാൻ ഇങ്ങനെ ചോദിക്കാനായിട്ട് ഗുണ്ടാളി ചോദിക്കുന്ന മാതിരിയായി പോയില്ലോ. പാവപ്പെട്ട ചക്കൻ്റെ അടുത്ത് ഈ മാതിരി ഇങ്ങനെ ഡയാന അങ്ങനെ എന്താന്നല്ല, അതിനൊന്ന് സൗമ്യമായിട്ട് അവനോട് ചേട്ടാ സാർ ചോദിച്ചത് വീട്ടിൽ ഇനി എന്താ പരിപാടി അങ്ങനെ അവനെ ഒന്ന് മയക്കി ചോദിച്ചാൽ പറയും. തോമസേ, ബിടെക് കഴിഞ്ഞോ? ഇനി എന്താ പരിപാടി? ഇപ്പൊ ഞാൻ കമ്പനിയിൽ ജോലി ചെയ്തോണ്ടിരിക്കുക. ജോലി ചെയ്തോണ്ടിരിക്കുന്നു. ഏത് കമ്പനിയാ? ഒരു അലൻസ് എന്ന് പറഞ്ഞ എനർജി ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്. ആണല്ലോ. എത്ര നാളായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു മാസം ആവണുള്ളൂ. നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ? ശരി, ഒരുപാട് സന്തോഷം കേട്ടോ. വെൽക്കം വെൽക്കം. ഇതിപ്പോ ഇവന് കല്യാണം ആലോചിച്ച് വന്ന പെണ്ണിന്റെ അമ്മ ചോദിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ പെണ്ണായിട്ട് ചോദിക്കാനാ പറഞ്ഞത്. ഇവന് കല്യാണം ആലോചിച്ച് വന്നൊരു പെണ്ണ് അവനോട് സംസാരിക്കുമ്പം ചോദിക്കുന്നത് ഇതിപ്പോ എത്ര നാളായി ജോലിക്ക് പോകുന്നു, ശമ്പളം എന്തുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ഒരു പെണ്ണിന്റെ അമ്മയുടെ ഭാവം വന്നു. അങ്ങനെയല്ല, കല്യാണ പെണ്ണായിട്ട് ഡയാൻ ഒന്നുകൂടെ ചോദിക്കും. ആ തോമസേ റെഡി ചെയ്യുന്നു. ആ ഹലോ. അവനിപ്പോ പെണ്ണ് കാണാൻ നിൽക്കുന്ന മൂഡിലാണ് നിൽക്കുന്നത്. ആ തോമസ് ബിടെക് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ എനർജി ഓഡിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ. എന്താ പേര് ആരുടെ? കമ്പനിയുടെ? അലൻസോ എന്ന് പറയും. അലൻസ്. ഓക്കെ. എങ്ങനെ സാലറി ഒക്കെ എങ്ങനെയാ? കുഴപ്പമില്ല ചേച്ചി, പോണ്ട്. ചേച്ചിയോ? അല്ല കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഓക്കെ. ലൈക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ പ്ലാൻ? അതോ ഞാൻ നാട് വിടാനാണ് പ്ലാൻ. വേറെ എന്താ ചെയ്യുന്നേ വർക്കിംഗ് അല്ലാണ്ട്? വർക്കിംഗ് അല്ലാതെ ഞാൻ ചുമ്മാ ഇരിക്കും. അല്ല വെറുതെ ഇരിക്കും. സ്റ്റാൻഡ് ഒക്കെ ചെയ്യുമോ? സ്റ്റാൻഡ് ചെയ്യോ? മതി കലിപ്പിന് ഇത് വന്നു ദേഷ്യം വന്നു. രാഹുലിന്റെ പ്രശ്നം എത്തണേ. അഞ്ജലി, ഇപ്പൊ ഡയാന ചെയ്ത വേഷം ഉണ്ടല്ലോ, നമുക്ക് ബാക്കിയൊക്കെ പിന്നെ പറയാം. അത് അഞ്ജലി ഒന്ന് ചെയ്യും. രാഹുലിന്റെ പെണ്ണ് കാണലാണ് കേട്ടോ. അവനൊരു സന്തോഷം നോക്കിയേ. ആ പെണ്ണ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാനോ? ഞാൻ ജനങ്ങളെ സംരക്ഷിക്കുന്നു. ചേട്ടൻ എന്താ ഇടക്കിടക്ക് ചെവി ഇങ്ങനെ ചൊറിയുന്നത്? എൻ്റെ ചെവിയിലേ ഒരു കോമഡി കയറിയില്ലെങ്കിൽ വയലന്റ് ആവും ഞാൻ. അതിന്റെ ഒരു കുഴപ്പമാണ്. ഇത് വലിയ പ്രശ്നമാവല്ലോ. പ്രശ്നമാവും. കോമഡി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവും. ചേട്ടൻ റൊമാൻറ്റിക് ആണോ നോക്കിയേ? ചേട്ടൻ റൊമാൻറ്റിക് ആണോ? ഞാൻ റൊമാൻറ്റിക് ആണോന്നാ? ഞാൻ 3 ദിവസം റൊമാൻറ്റിക് ആയിട്ട് ആശുപത്രി കിടന്ന ആളാ. ഇത് നമ്മുടെ ഇതാണ്. ഇത് കഴിഞ്ഞ് ഇത് UKG ഇന്റർവ്യൂ ചെയ്ത് എടുക്കുന്ന ടീച്ചർ ചോദിച്ച പോലെ ഉള്ളൂ. താൻ കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ട് ചോദിക്കേ. എന്നെ ഇഷ്ടമായെന്നൊക്കെ ചോദിക്കേ. എന്നെ ഇഷ്ടായോ? അതാ മോഹൻലാലിന്റെ പടത്തിൽ ചോദിച്ച മാതിരി ചോദിക്കും. ഐ ലവ് യു എന്ന് പറ. അയ്യോ, തിരിച്ചു വീട്ടിലോട്ട് പോണ്ടാണ്. ഞാനും വരാൻ. ശരിക്കും പുള്ളിയെ കല്യാണം കഴിക്കാനല്ല പറയുന്നത്, അഭിനയിക്കാനാ പറഞ്ഞത്, ജീവിക്കാനല്ല. ഇനി എന്തൊക്കെ ചോദിക്കണം? സാലറി ചോദിച്ചാലോ? കുട്ടിക്ക് പ്രേമിക്കാൻ അറിഞ്ഞൂടാ. അവൾ അഭിനയിക്കുകയാണ്. ഇവളാണ് അഭിനേത്രി. ഇതാണ് അഭിനയം. നിങ്ങളല്ലാതെ അഭിനയിക്കാൻ അറിയില്ലെന്നല്ല പറയേണ്ടത്. ഇവരുടെ വീട്ടുകാരയ്യോ ആ വളർത്തു ഗുണം. ശരി, നമുക്ക് PSCയിലോട്ട് കിടന്നാലോ? PSCയിലോട്ട് കിടക്കാം. ഇവരുടെ ആക്ടിംഗ് സ്കിൽസ് മാത്രമല്ല, ഇവരുടെ സ്റ്റാൻഡപ്പ് കോമഡി സ്കിൽസും നമുക്ക് അറിയേണ്ടതുണ്ട്. സോ മൂവിംഗ് ഓൺ ടു PSC ചാലഞ്ച്. അപ്പൊ കേസ് മാമ വിളിക്കട്ടെ? കേസ് മാമ, കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് തോമസ്, ഇത് അഞ്ജലി.
വിഷു നമസ്കാരം. റജമാൻ നമസ്കാരം നമസ്കാരം. ആ മനസ്സിലായില്ല. പാരഡി നന്നായിട്ട് പാടിയില്ലെങ്കിൽ ഞാൻ അടി ഉണ്ടാക്കും. ആ പാട്ട് ഇഷ്ടമാണോ? ആ പാട്ട് ഇഷ്ടമാണ്, പക്ഷെ ഞാനുള്ള എവിടെ നടന്നാലും അവിടെ പോയി അടി ഉണ്ടാക്കും. പാടണോടത്ത്. ആ എൻ്റെ ഒരു സ്വഭാവം അത്. പക്ഷെ നിങ്ങളെ തന്നെ എന്നിട്ട് പോലീസ് പിടിക്കാറില്ലേ? അതായത് ഇപ്പോൾ ഗാനമേള സ്ഥലത്ത് ചെന്ന് ഞാൻ അടി ഉണ്ടാക്കും. അടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോലീസിനെ വിളിക്കും. എന്നിട്ട് ആ പോലീസ് വരുമ്പോൾ എന്നെ പിടിച്ചോണ്ട് പോകും. എന്നിട്ട് എന്നെ പിന്നെ പിടിച്ചു നിങ്ങളെ കൊണ്ടുപോകുന്നത്? അതായത് തല്ലിയത് ആരൊക്കെയാണെന്ന് അറിയാൻ പാടില്ലല്ലോ. നാട്ടുകാരെല്ലാവരും കൂടിയിട്ടാണല്ലോ തല്ലുന്നേ. അപ്പൊ എന്റെ പുറത്തുനിന്ന് വിരലടയാളം എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു കാര്യം ചെയ്യാം നമുക്ക്. അതിനൊരു പരിഹാരമായിട്ടേ ഒരു മരുന്ന് പോലെ എൻ്റെ ഒരു പാരഡി ആദ്യം കേൾക്കുക. പാരഡി വർക്കൗട്ട് ആണെങ്കിൽ പുള്ളി വയലന്റ് ആകും. ആണോ? ആ അപ്പൊ ഇത് വർക്കൗട്ട് ആവും. ആകും, എന്നാ കുഴപ്പമില്ല. ചിങ്കി ചക്ക ജാഗ ചിങ്കി ചക്ക ചിങ്കി ചക്ക ജാഗ ചിങ്കി ചച്ച. പിച്ച വച്ച നാൾ മുതൽക്കൊരാഗ്രഹം പടം ഷൂട്ടു കാണാൻ ഒന്ന് പോകുവാൻ. അച്ഛനിഷ്ടമല്ല പോണതെങ്കിലും ഞാൻ ഒളിച്ചു പാത്തു ഷൂട്ടു കണ്ടിടും. താണ്ടെ വരുന്നു താരമൊരുങ്ങി കാരവാനിറങ്ങി താരമായി വന്ന സുന്ദരൻ. പിച്ച വച്ച നാൾ മുതൽക്കൊരാഗ്രഹം പടം ഷൂട്ടു കാണാൻ ഒന്ന് പോകുവാൻ. അച്ഛനിഷ്ടമല്ല പോണതെങ്കിലും ഞാൻ ഒളിച്ചു പാത്തു ഷൂട്ടു കണ്ടിടും. ചിങ്കി ചക്ക ജാഗ ചിങ്കി ചക്ക ചിങ്കി ചക്ക ജാഗ ചിങ്കി ചച്ച. നായകന്റെ അടുത്തു പോയി ഞാൻ കൂടെ നിന്ന് പോസു ചെയ്യവേ. തൊട്ടടുത്തിരുന്ന നായിക കണ്ണിറുക്കി എന്നെ നോക്കവേ. കൂടെ നിന്ന് സെൽഫി നൽകിടുവാ താല്പര്യത്തോടിങ്ങു വന്നിടവേ. ഫോണിലെ ഡിസ്പ്ലേ ചാർജതും തീർന്നു പോയി. ഷൂട്ട് കണ്ടിടുവാനുള്ള താല്പര്യമില്ലാതെ പിച്ച വച്ച നാൾ മുതൽക്കൊരാഗ്രഹം പടം ഷൂട്ടു കാണാൻ ഒന്ന് പോകുവാൻ. അച്ഛനിഷ്ടമല്ല പോണതെങ്കിലും ഞാൻ ഒളിച്ചു പാത്തു ഷൂട്ടു കണ്ടിടും. ചിങ്കി ചക്ക ജാഗ ചിങ്കി ചക്ക ചിങ്കി ചക്ക ജാഗ. അതെ, ആ പാട്ട് കേട്ടപ്പോ എന്റെ നഷ്ടപ്പെട്ട ബാല്യം തിരിച്ചു വന്നു. ഒരു കൊച്ചുകുട്ടിയായിട്ട് പുനർജനിച്ചതാ. സോറി കേട്ടോ, പോട്ടെ. ഉണ്ണി പോ 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 കുഞ്ഞുണ്ണി പോ പോ. കേറി നിൽക്കുക, നീയായിട്ട് നിന്റെ വില കളയല്ലേ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, എന്റെ ആദ്യത്തെ ചോദ്യം. ഷൂട്ട് കാണാൻ പോകുന്നത് ഇഷ്ടമല്ലാത്തത് ആർക്കാണ്? ഷൂട്ട് കാണാൻ പോകുന്നത് ഇഷ്ടമല്ലാത്തത് ആർക്കാണ്? കേശുമാമന്. അല്ല, കറക്റ്റ് ആൻസർ. പറ. പിച്ച വെച്ച നാൾ മുതൽക്ക് ഒരാഗ്രഹം ഉണ്ണിയാണ്. ഉണ്ണി അത് കഴിഞ്ഞ് പാടിയ പാട്ടല്ലേടാ. അടുത്ത ചോദ്യം. ഇതിന് ഉത്തരം പറ. അച്ഛന്. അച്ഛൻ. അച്ഛനാണ്. അച്ഛൻ ഇഷ്ടമല്ല പോണതെങ്കിലും. ഓക്കെ, നായകന്റെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ കണ്ണിറക്കി നോക്കിയതാര്? ആരായിരിക്കും? നായകന്റെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ കണ്ണിറക്കി നോക്കിയത് ആരായിരിക്കും? പറയൂ, ഗസ് ചെയ്യൂ. നായികയാണ്. നായികയാണ്. കറക്റ്റ്. പറഞ്ഞല്ലോ. ഓക്കെ ഓക്കെ, വെരി ഈസി ക്വസ്റ്റ്യൻ. ഫോണിലെ ഡിസ്പ്ലേയിൽ എന്താണ് തീർന്നത്? ഫോണിന്റെ ഡിസ്പ്ലേയിൽ എന്താണ് തീർന്നത്? ചാർജാണോ? കറക്റ്റ് കറക്റ്റ്. അങ്ങനെ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിരിക്കുന്നത് തോമസ് ആണ്. സോ കൺഗ്രാറ്റുലേഷൻസ്, യു ആർ പെർഫോമിംഗ് ഹിയർ ഫസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ശരി. ഹലോ, ഈ മാർച്ച് 20-ാം തീയതി വേൾഡ് ഹാപ്പിനെസ് ഡേ ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് പുറത്തുവിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിൽ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഓരോ രാജ്യങ്ങൾ എത്രമാത്രം സന്തുഷ്ടരാണെന്നാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് 126ാമത്തെ റാങ്ക് കിട്ടിയിട്ടുണ്ട്. ആരും സന്തോഷിക്കൊന്നും വേണ്ട, കാരണം 140 രാജ്യങ്ങളിലാണ് ഈ 126ാമത്തെ റാങ്ക് കിട്ടിയേക്കണേ. അപ്പോൾ എനിക്ക് ഈ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് കൂടുതൽ സങ്കടമായത്. കാരണം ഇന്ത്യനേക്കാളും റാങ്ക് തൊട്ടടുത്ത രാജ്യമുള്ള പാകിസ്ഥാനുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മളെക്കാളും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവരെ മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും വിഷമം വരും. പക്ഷേ അതുകൊണ്ട് ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിന്നോട് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ മാക്സിമം ചിരിക്കാനും സന്തോഷിക്കാനും ശ്രമിക്കുക. കാരണം ഇത് എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തോമസ്. ബേസിക്കലി ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. പക്ഷെ സത്യം പറയാലോ, എനിക്ക് വീട്ടിലെ ക്രിസ്മസ് സ്റ്റാർ വെക്കാനുള്ള കഴിവും കൂടെ ഇല്ല. പക്ഷേ എൻ്റെ വീട്ടുകാരനെ കാണുന്നത് തോമസ്ക്ക് കല്ലിങ്ങലായിട്ടല്ല, തോമസ് ആൽവ എഡിസൺ ആയിട്ടാണ്.
അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും സാധനം കേടായി കഴിഞ്ഞാൽ ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗാണ്, ഒരു ഇലക്ട്രിക് എഞ്ചിൻ ഉള്ളപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. അവസാനം ഞാൻ വീട്ടിലെ സാധനങ്ങൾ നന്നാക്കാൻ തുടങ്ങി. ആദ്യം വീട്ടിലെ മിക്സിക്കായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതിനകത്ത് സാധനം ഇട്ട് കഴിഞ്ഞാൽ കിടന്ന് കറങ്ങി സാധനം പുറത്തോട്ട് കറിക്കണമെന്നുള്ളായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബൊക്കെ നോക്കി ഈ സാധനം ശരിയാക്കാൻ തുടങ്ങി. അവസാനം എൻ്റെ പ്രശ്നം സോൾവ് ആക്കി. അപ്പോൾ മിക്സി കറങ്ങിയാലേ സാധനം പുറത്തോട്ട് കറിക്കുള്ളൂ. എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം കേടായി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ സ്റ്റോർ റൂമിൽ കൊണ്ടിടും, എനിക്ക് നന്നാക്കി പഠിക്കാനെന്നും പറഞ്ഞു. ബേസിക്കലി ഞാനാണ് ഞങ്ങളുടെ വീട്ടിലെ ആക്രി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയാലോ, എനിക്ക് ഫേസും ന്യൂട്രലും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാൻ പാടില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർ പറയുന്നത് ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് ശരിയാവാത്തതെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് ഹോസ്റ്റലിലാക്കി. അപ്പോൾ എൻ്റെ അച്ഛനോട്ട് എന്നെ ഹോസ്റ്റലിൽ കൊണ്ടേ ചേർക്കാൻ കൊണ്ടായേ. അപ്പോൾ എൻ്റെ റൂമേനെ കണ്ട വഴി എൻ്റെ അച്ഛനോട് പറയുകയാണ്, എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, എടാ കഞ്ചാവിലേക്കൊന്നും പോയി ചാടിയേക്കല്ലോ. ഇതവൻ കേട്ടു. അവൻ അപ്പം തന്നെ അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾ പേടിക്കണ്ട, കഞ്ചാവിനൊക്കെ ഇപ്പോൾ ഒടുക്കത്തെ വിലയാണ്. അതിനുശേഷം എൻ്റെ വീട്ടുകാരെനിക്ക് പോക്കറ്റ് മണി അയച്ചിട്ടുള്ള ചോദിച്ചാൽ ഒടുക്കത്തെ പുച്ഛവും ഒരു പഞ്ച് ഡയലോഗും. നിൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ പണിക്ക് പോയ പൈസ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. അത് ഞാനിപ്പോൾ എന്നെ വേണ്ടേ, അച്ഛൻ 12 തൊട്ടി തന്നെ അച്ഛന് പണിക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഞാൻ ജയിച്ചതും തെറ്റായോ? എന്താണെങ്കിലും ഈ ഹോസ്റ്റലിൽ ഇത്രയ്ക്ക് പൈസയ്ക്ക് ആവശ്യം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ 1-2 ഓസന്മാരുണ്ട്. അവർ പൈസ മേടിച്ചാൽ തിരിച്ചു തരില്ലാന്നേ. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അവരോട് ചൂടായി, എടാ നീ എൻ്റെ നിന്ന് മേടിച്ച പൈസ നാളെയെങ്കിലും തന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നു പറഞ്ഞാൽ പറയാം, അങ്ങനെയെങ്കിലും എൻ്റെ സ്വഭാവം നന്നാവട്ടെ എന്ന്. എന്താണെങ്കിലും പക്ഷേ ഈ ഹോസ്റ്റൽ വേറെ ലോകാട്ടോ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിൻ്റെ തലേദിവസം വരെ ഒറ്റ ഒരുത്തിന് എക്സാമിനെ പറ്റി ഒരു അക്ഷരം മിണ്ടത്തില്ല. പക്ഷേ എക്സാമിൻ്റെ തലേദിവസം ഒരു പഠനമുണ്ട്, പെറ്റ തള്ള സഹിക്കത്തില്ല. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, നമ്മൾ ഈ എക്സാമിൻ്റെ തലേദിവസം പഠിക്കുന്ന പഠിത്തത്തിൻ്റെ ഒരു പകുതി പഠിത്തം അതിന് 2 ദിവസം മുമ്പ് പഠിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടില്ലേന്ന്. പക്ഷേ ഇല്ല, അന്നൊക്കെ നമുക്ക് സീരിയസ് ആയിട്ടിരുന്ന് സീരീസ് കാണാനുള്ളതാണ്. പക്ഷേ കേട്ടിട്ടില്ല, ഓക്കെ. പക്ഷേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിക്ക ടീച്ചേഴ്സും ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ക്ലാസ്സൊക്കെ തുടങ്ങി ആദ്യത്തെ ഒരു മാസം വളരെ കൂളായിട്ട് ഒരു മോഡ്യൂളൊക്കെ തീർക്കും. പക്ഷേ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ ചിലപ്പോൾ ഒരു മോഡ്യൂൾ തീർത്തുന്നിരിക്കും. ഞങ്ങളുടെ കോളേജിൽ ഇപ്പോൾ അതുമില്ല, ഒരു PDF അങ്ങ് അയച്ചു തരും, മോഡ്യൂൾ 5 തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാന്നുള്ള ലൈനാണ്. എന്തായാലും നമ്മൾ ഇതൊരുമാതിരി മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ആഡ് പോലെയാണ്. ആദ്യം വളരെ കൂളായിട്ട് കളിച്ചിരിച്ച് അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയും, എന്നിട്ട് 2x സ്പീഡിലിട്ടിട്ട് മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്ട് മാർക്കറ്റ്, നിങ്ങളുടെ പൈസ എന്താണെങ്കിലും പോകുന്ന ദോഷങ്ങളും പറഞ്ഞു പോകും. എന്തായാലും നമ്മൾ എഞ്ചിനീയേഴ്സ് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് രാത്രി ഉറക്കമൊളിച്ചിരുന്ന് പഠിച്ച് പാസ്സാവാൻ നോക്കും. പക്ഷേ ഞാൻ വേറെ ലോകന്മാരെ കണ്ടിട്ടുണ്ട്, അവന്മാർ തലേദിവസം രാത്രി കഷ്ടപ്പെട്ട് ഉറക്കമൊളിച്ചിരുന്ന് പഠിക്കും, എന്നിട്ട് പിറ്റേ ദിവസം എക്സാം ഹാളിൽ കിടന്നുറങ്ങും. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ എക്സാം ഹാളിൽ ഇങ്ങനെ തുണ്ട് വെച്ചിരുന്ന് എഴുതി പാസ്സാവാൻ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഇവൻ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് എൻ്റെ പോക്കറ്റിൽ നിന്ന് അറിയാണ്ട് തുണ്ട് ആഴ്ചാടിപ്പോയി. പിന്നെ ചവിട്ടി പിടിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടത്തുന്നുണ്ട്. ഇങ്ങനെ ടീച്ചർ ചോദിച്ചാൽ എന്താ പുഷ്പം അളിക്കണം, ടീച്ചർ കാല ആക്സിഡന്റ് ആയതാന്നൊക്കെ. എന്താണെങ്കിലും വേറൊത്തിൻ്റെ അവസ്ഥ ഓർത്തിട്ടാണ് എനിക്ക് സഹതാപം തോന്നിപ്പോയത്. കാരണം ഇവൻ എന്നോട് ആൻസർ ചോദിച്ചു. ഞാനോട് പറഞ്ഞു, എടാ നീ എൻ്റെ നോക്കി എഴുതി കഴിഞ്ഞാൽ നിൻ്റെ ഉള്ള മാർക്ക് പോകാനേ സാധ്യതയുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് അതേപടി ആൻസർ ആയിട്ട് എഴുതുന്ന ഒരാളാണ് ഞാൻ. എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ, പക്ഷേ എൻ്റെ ക്ലാസ്സിലുള്ള വേറെ 2 ഒരിങ്ങനെ ഒരുപോലെ കോപ്പി അടിച്ച് പാസ്സാവാൻ നോക്കി. ടീച്ചർ എക്സാം പേപ്പർ ചെക്ക് ചെയ്യാൻ നേരത്തെ പിടിച്ച്, എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് 2 പേർക്കും എങ്ങനെയാ സെയിം ആൻസർ കിട്ടണേ? ടീച്ചറെ ഒരേ ബുക്കിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണോ? അവിടെ 2 പേരും പൊട്ടത്തെറ്റ് ഒരേപോലെ സെയിം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് എഴുതണേ? മനപ്പുറത്തായിരിക്കും മിസ്, പറഞ്ഞതിനൊരു ന്യായം വേണ്ടേ? എന്താണെങ്കിലും എനിക്ക് ഈ എക്സാമിന് മാർക്ക് വരണമെന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ ഇത് ഇങ്ങനൊരു സാധനമുണ്ട്, PTA മീറ്റിംഗ് ഞങ്ങളുടെ കോളേജിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ PTA മീറ്റിംഗിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ കഴിഞ്ഞ PTA മീറ്റിംഗിൽ എൻ്റെ ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയത്തിന് എനിക്ക് C ഗ്രേഡ് കിട്ടിയെന്ന് പറഞ്ഞ് ടീച്ചറിൻ്റെ അച്ഛൻ്റെ മുമ്പിൽ തന്നെ D ഗ്രേഡ് ചെയ്തു. എന്താണെങ്കിലും ഞങ്ങളുടെ കോളേജിൽ ഇപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ സമയം കേട്ടോ. അപ്പോൾ 1-2 കമ്പനിയുടെ വന്നു. പക്ഷേ എനിക്ക് ഈ ഇംഗ്ലീഷ് വീക്കാതെ കാരണം ഇൻ്റർവ്യൂവിൽ പോവുക. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നമ്മളിനി സംസാരിക്കുന്നെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാവുള്ളൂ. 3 ദിവസം എൻ്റെ വീട്ടിൽ മൗനവ്രതമായിരുന്നു. എന്താണെങ്കിലും അവസാനം എനിക്കൊരു കമ്പനി പ്ലേസ്മെൻറ്റ് കിട്ടി. പ്ലേസ്മെൻറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കമ്പനി പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇപ്പോൾ ഒരു ഐഫോൺ എന്തോ വരും? ഞാൻ പറഞ്ഞു, ഒരു 40-50 ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പഴയ മോഡൽ കിട്ടും, എന്നാൽ അത് ഓർമ്മ നോക്കിക്കോ. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇപ്പം എനിക്ക് ജോലിയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിക്കോളാം. അതിന് നിനക്ക് വാങ്ങാനല്ല, എനിക്ക് വാങ്ങിത്തരാം, നിനക്കിപ്പോൾ ജോലിയൊക്കെ ആയില്ലേ. അന്നേരമാണ് എൻ്റെ ഒരു സീനിയറിനോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീട്ടൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും, കാരണം ഇനി പണിയെടുത്ത് തിന്നേണ്ടി വരില്ലോ എന്ന് ഓർത്തിട്ട്. എന്താണെങ്കിലും എൻ്റെ സീനിയറിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെയും അവരുടെ കൂടെയുള്ള നമ്മുടെ ഓർമ്മകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന്. എങ്ങനെ മറക്കാനാ, അമ്മ ഇതുവരെ മേടിച്ച പൈസ തിരിച്ചു തന്നിട്ടില്ല. താങ്ക്സ്. തോമസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ചേട്ടന്മാരോട് ചോദിക്കാം. രമേശ് ചേട്ടാ. തോമസേ, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ല രസമായിരുന്നു. തോമസ് അത് ചുമ്മാ പറഞ്ഞു കളയുക. അതായത് ചില അവാർഡ് നൈറ്റിന്റെ ഒക്കെ തലേന്ന് നടിയും ഗ്രൂപ്പ് ഡാൻസേഴ്സും ഒക്കെ കൂടുന്ന ഡാൻസ് റിഹേഴ്സൽ ചെയ്യും. ഇവര് കളിക്കുന്ന ബലത്തിലൊന്നും കളിക്കത്തില്ല, ചുമ്മാ 1 2 3 4 1 2 3 ഇങ്ങനെ കളി. ഇതാണ് നാളത്തെ മെയിൻ ഡാൻസ് ആയിട്ട് കളിക്കുന്നത്.
ഇത് അതുപോലെ ആ മെയിൻ ഡാൻസ് കളിക്കേണ്ട സാധനത്തിന്റെ റിഹേഴ്സൽ ചെയ്തപോലെ ഞാൻ അച്ഛനോട് പറഞ്ഞു. നമ്മൾ 3 ദിവസം ഇംഗ്ലീഷ് 3 ദിവസം ഞങ്ങൾ മൗനവ്രതമായിരുന്നു. പിന്നെ അത് ഇങ്ങനെ ഓടിപ്പോവാ. കുറേ നല്ല തമാശകൾ വെടിയും പോകുമ്പോൾ പറഞ്ഞു പോകായിരുന്നു. അതിനെല്ലാം കൃത്യമായി ബിൽഡപ്പ് വേണ്ട സ്ഥലത്ത് ബിൽഡപ്പും നിർത്തേണ്ട അടുത്ത് നിർത്തിയും അതിനകത്തെ തമാശ എന്താണോ അത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞ് വിളമ്പി വെച്ചിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. അത്ര നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇനി നമുക്കൊന്ന് നമ്മുടെ പറച്ചിലിന്റെ വേഗവും താളവും സ്പീഡും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അതിനകത്തും കൂടെ ഒരു കാര്യമുണ്ട്. ഈ വിറ്റ് കണ്ടുപിടിക്കുക, വിറ്റ് പറയുക. ഇപ്പൊ താനിപ്പോ ചെയ്തത് സത്യത്തിൽ തമാശ പറയുകയാണ്. നമ്മൾ പാട്ട് പാടി തമാശ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഇവിടെ നമ്മൾ തമാശ അവതരിപ്പിക്കണം. തമാശ ഒന്ന് ഭംഗിയായിട്ട് ഒന്ന് വിളമ്പണം. ആ വിളമ്പലില്ലായിരുന്നു. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. ഗംഭീരമായി കേട്ടോ. സൂപ്പറായി. തോമസിന്റെ ഗുണം ഞാൻ കണ്ടത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും സ്ലിപ്പായാലും അത് സ്ലിപ്പായി എന്ന് മറ്റുള്ളവർക്ക് പിടി കൊടുക്കാതെ രക്ഷപ്പെടൽ ഭയങ്കര രസമായിട്ട് തോമസ് ചെയ്തു എന്നുള്ളതാണ്. അത് സ്ലിപ്പാകുന്ന ടൈമിൽ എനിക്ക് വിഷയമല്ല എന്ന രീതിയിൽ ടെൻഷനില്ലാതെ പറഞ്ഞു തീർത്തു എന്നുള്ളതാണ്. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളത് കാണുമ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കാണുമ്പോൾ ഇപ്പോൾ ഈ 1 million ഒക്കെ പടപടയെന്ന് അടിക്കുന്നുണ്ട്. ആൾക്കാർ അത്രമാത്രം കണ്ട് രസിക്കുന്ന റീൽസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പം നമ്മുടെ ഇവിടെ ഈ ആർട്ടിസ്റ്റിൻ്റെ പേരിനിരിക്കും, ഒരു ലേഡി ആർട്ടിസ്റ്റാണ് ഇവിടെ പെർഫോം ചെയ്തപ്പം നമ്മുടെ ഈ ബാത്റൂമിൽ പോകുന്നൊരു കഥ പറയുക. അതായത് പണ്ട് വെളിക്കിറങ്ങാൻ വെളി സ്ഥലത്താണ് പോയിരുന്നത്. പാലക്കാട് വന്നൊരു ജിഷ പൊളിച്ചെടുക്കുമായിരുന്നു. ആ കഥ പറഞ്ഞപ്പോൾ അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫ്ലാറ്റിലേക്ക് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോൾ 2-3 ദിവസം മണി പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്തു. ബാത്റൂമിൽ മണി പ്ലാന്റ് വെക്കുന്ന ഒരു കഥ നമുക്ക് എത്രമാത്രം രസിക്കാവോ അത്ര പെർഫെക്റ്റ് ആയിട്ട് ആ കുട്ടി ജിഷ പറഞ്ഞു തീർത്തു എന്നുള്ളതാണ് അല്ലേ. അത് അതിന്റെ രസമുണ്ട്. കാര്യം അത് ആരായാലും കണ്ടു. നമുക്ക് കാണുന്നിടത്തെല്ലാം ആ റീൽസ് കണ്ടാൽ ഭയങ്കര സന്തോഷം വരും എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തും പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു 1-2 കൗണ്ടറുകളൊക്കെ അവിടെ ഇവിടെ പറയണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നില്ല. എല്ലാം നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അല്ലേ. എനിവേ എന്തായാലും അടിപൊളിയായിരുന്നു. ഗംഭീരമായിട്ട് പോട്ടെ. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു നല്ല ആർട്ടിസ്റ്റ് ആകാനുള്ള എല്ലാ ലക്ഷണവും നിങ്ങളിലുണ്ട്. നിങ്ങൾ സ്റ്റേജ് കൈയടക്കേണ്ട ഒരാളാണ് കേട്ടോ. അടിപൊളിയായിട്ട് പോട്ടെ. അപ്പോഴും വിശ്വാസം വന്നില്ല തോമസ്. എന്തോ ഒരു വിശ്വാസക്കുറവ്. അതൊക്കെ ഇത് തന്നെ തോമസിന്റെ വിഷയം. നമ്മൾ ഇത് പറയുമ്പോഴും തോമസ് വേണേ നിങ്ങൾ ജഡ്ജ് ചെയ്യും. എന്റെ ജോലി കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി ചെയ്യും. ആ അത്രേ ഉള്ളൂ. ശരിക്കും എഞ്ചിനീയർ ആണോ? അതെ വിശ്വസിച്ചു. അതെ അതെ ഇഷ്ടപ്പെടുന്നില്ല. എടാ ചോദിക്കേ, ചെറിയൊരു പേടിയും ഒക്കെ എന്ത് പറ്റി? എന്താ രാഹുൽ എന്നാ വിഷയം? ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് കോമഡി കേൾക്കണമെന്ന്. അല്ല ഞങ്ങള് ജഡ്ജ്മെന്റ് ആയിരുന്നു. അതിൽ കോമഡി ഇല്ല. കോമഡി പുള്ളി ചെയ്തതാണ്. ആണോ? അത് കഴിഞ്ഞ് ജഡ്ജ് ചെയ്യുന്നതിനകത്ത് അങ്ങനെ കോമഡി വെച്ച് പുറത്തേക്ക് പോണ വഴിയേതാ? പുറത്തേക്ക് പോണ വഴിയേതാ? 2-3 വഴിയുണ്ട്. ഏത് വഴിയാ പറഞ്ഞിട്ടുണ്ട്? അല്ല എങ്ങനെയെങ്കിലും ഇതിലും ഭേദം ജയിലിൽ പോയി കിടക്കുന്നതാണ്. ആ വഴിയൊന്നും അടച്ചിട്ടേര് കേട്ടോ. അല്ലെ ഇതുപോലെ ഇനിയും കയറി വരും. ഒരു കാര്യം പറയാനുള്ളതേ, നീ ഏത് കോളേജിലാ പഠിക്കണേ? കഴിഞ്ഞേട്ടാ. കോളേജ് ഏതായിരുന്നു പറ? MA കോളേജ് കോതമംഗലം. അവിടെ ഞാൻ പണ്ടൊരു പണിക്ക് പോയതാ. MA കോളേജില്. എന്ത് പണി? അവിടെ ഒരു ചെറുക്കൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. പുല്ല് വെട്ടാനായിട്ട് യുവജനോത്സവത്തിന് മുമ്പ്. കോമഡി ഇങ്ങനെ പറയരുത് കേട്ടോ, എനിക്ക് വയലന്റ് ആവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു തട്ടുകേട് പറ്റി. നല്ല ഇടി കിട്ടി. എന്നാ പറ്റിയേ? അവര് 2 പിള്ളേരുണ്ടായിരുന്നു. അവര് 2 പേര്, ഞങ്ങൾ 3 പേര് ഒറ്റ. അവര് നിന്നിടിച്ച് ഞങ്ങൾ കൊണ്ട്. ഓ അങ്ങനെ. രാഹുലിന്റെ വീട് എവിടെ? രാവിലെ വീട്ടുകാരൊക്കെ എന്താ അവസ്ഥ? എന്റെ അയ്യോ. ആരുമില്ലാത്തൊരു ഗുണ്ടയാ ഞാൻ. എനിക്ക് ആരുമില്ല. അപ്പനുമില്ല, അമ്മയില്ല, സഹോദരങ്ങളുമില്ല, ആരുമില്ല. എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിഴലുകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ആരുമില്ല. അതാണ് എനിക്ക് തോന്നി. എന്തെങ്കിലും ഒരു പേഴ്സണൽ പ്രശ്നം ഇല്ലാതെ ഒന്നും ഒരു ഗുണ്ട ഇങ്ങനെ ആവില്ല. എന്തു പറ്റിയതാ? അവരെയൊക്കെ വെട്ടിക്കൊന്നിട്ടാണല്ലോ ഞാൻ ജയിലിൽ പോയത്. അച്ഛാ ഐ മിസ് യു. അമ്മേ. അവര് അനൗൺസ് ചെയ്യുന്ന ആളുണ്ടായിരുന്നു. അപ്പം എല്ലാം പഠിച്ചു പറയും. സിനിമയെ പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് പഠിച്ചു പറയും. അപ്പൊ അന്ന് ഈ മനസ്സിനക്കരെ ഇറങ്ങിയപ്പം മറക്കുടയാൾ എന്നുള്ള പാട്ടൊക്കെ പുള്ളി അനൗൺസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാല്, മണ്ണിന്റെ മണമുള്ള കഥകൾ മലയാളിക്ക് സമ്മാനിച്ച തകഴി ശിവശങ്കരപിള്ളയുടെ പൊൻതൂലികയിൽ നിന്ന് മുതിർന്നു വീണ ചെമ്മീൻ എന്ന നോവലിനെ രാമു കാര്യട്ട് എന്ന പ്രതിഭാതനായ സംവിധായകൻ അപ്രപാടുകളിൽ അവതരിപ്പിച്ചപ്പോൾ അതിൽ കറുത്തുമ്മയെ വേഷമണിഞ്ഞ ഷീല 35 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു. സത്യനന്ദിക്കാടിന്റെ മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ നിന്നും മറക്കുടയാൽ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നു നിങ്ങൾക്കായി കിഷോർ. ഇത്രയും പറയും. അപ്പൊ എല്ലാം പഠിച്ചിട്ടുണ്ട് പുള്ളി. കാണാപ്പാടം പഠിച്ചാ പറയുന്നത്. അപ്പൊ ഒരു തവണ പുള്ളി പാട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്ക് ആ പാട്ട് മാറ്റിയിട്ട്
കുശിയിലെ കട്ടിപ്പിടി കട്ടിപ്പിടിട എന്നുള്ള പാട്ടിട്ട് പെട്ടെന്ന് അടുത്ത പാട്ട് മാറ്റി കട്ടിപ്പിടിക്കട കട്ടിപ്പിടിട. അപ്പൊ ഒന്ന് തോണ്ടിയിട്ട് കട്ടിപ്പിടി കട്ടിപ്പിടിട എന്നുള്ളത് പറയണം. വേറൊരു പാട്ട് പുള്ളി ജസ്റ്റ് പറഞ്ഞു തുടങ്ങി. അപ്പൊ കഴിഞ്ഞ പാട്ട് കഴിഞ്ഞു. താങ്ക് യു. വീണ്ടും ഒരു തമിഴ് ഗാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങളെ ആഘോഷിയോട് കാത്തിരിക്കുന്ന ആ ഗാനം ഒരു ലൈംഗിക ഗാനം. ഇതുപോലെ അനൗൺസ്മെന്റ് ചെയ്ത് മാറിപ്പോകുന്ന ഒരാളുണ്ടായിരുന്നു. അത് ഒരു പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്. പുള്ളി അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ കയറി തല്ലിയത് അയാളെ. ആണോ? അയാള് ശരിക്കും പറഞ്ഞ ഈ ഉത്സവത്തിന് അനൗൺസ്മെന്റ് നടത്തണം. എല്ലാം തിരിച്ചേ പറയുള്ളൂ, തല തിരിച്ചേ പറയുള്ളൂ. അപ്പൊ പുള്ളി അതിനെ മൈക്ക് എടുത്തിട്ട് പറയാണ്, നാടകം കിഴക്കേ റോഡിൽ നിന്ന് തെക്കോട്ട് പോയാൽ ഉടനെ സ്റ്റേജിൽ കാവടി ആരംഭിക്കുന്നതായിരിക്കും. തോമസേ, ചേട്ടന്മാർ പറഞ്ഞതുപോലെ നന്നായിട്ട് എഴുതാനുള്ള കഴിവിട്ട് നല്ല സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ പ്രസന്റേഷനിൽ കുറച്ചുകൂടി അങ്ങ് ശ്രദ്ധിക്കാം ഇല്ലേ? ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. മാർക്ക് തരാം കുറച്ച് കഴിഞ്ഞിട്ട്. താങ്ക് യു. വൺസ് അപ്പോൺ എ ടൈം കലിപ്പനും കാന്താരിയും അടുത്തതായി പെർഫോം ചെയ്യാൻ എത്തുന്നു അഞ്ജലി. നമസ്കാരം. ഓടും കുതിര, ചാടും കുതിര, വൈഫൈ കണ്ടാൽ നിൽക്കും കുതിര. നമ്മൾ തന്നെ. എന്റെയൊക്കെ വീട്ടിലുണ്ടല്ലോ, ഞങ്ങൾ രാവിലെ എണീറ്റ ആദ്യം അല്ല എല്ലാരും. പിന്നെ വകയിലൊരു ചേട്ടനുണ്ട്, പുള്ളി കുറച്ച് ഡിസിപ്ലിൻഡാ. വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, എന്തിനേറെ പറയുന്നു ഫോൺ പോലും ഇല്ല. സത്യമായിട്ടും ജയിലിൽ ഇതൊന്നും അലൗഡല്ല. ചുമ്മാ ചേട്ടൻ പോലും പരോളിന് ഇറങ്ങുമ്പോ ഇത് തന്നെയാ. ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ മാമനെ കാണാൻ കയറി. പുള്ളിക്ക് തീരെ വയ്യ, ICUലാണ്. എന്നെ കണ്ടോണ്ടേ ചാടി എണീറ്റിരുന്ന് അടുത്തോട്ട് വിളിച്ചു. കള്ളൻ, വീടും പറമ്പൊക്കെ മോളെടുത്തോ എന്ന് പറയാനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത് എന്നപ്പോ പറയാ, ആ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ചെയ്യാൻ. വാട്സപ്പ് നോക്കിയിട്ട് 4-5 ദിവസമായിരുന്നു. ഏതാ മൂത്രം പോയിട്ട് 4-5 ദിവസമായി. അതൊന്നും ഒരു പ്രശ്നേ അല്ല. അത് ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ തന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ വാട്സപ്പ് ഒക്കെ കാണുന്നത് വീട്ടിലെ ഫ്രിഡ്ജ് പോലെ. അകത്തൊന്നും ഇല്ലെന്നറിയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണം, ഒരു മനസ്സുഖം. പണ്ട് ഞാൻ എൻ്റെ മണ്ടൻ ചോദ്യങ്ങൾ, പുളിശ്ശേരിയിൽ എത്ര പുളി ഇടണം, ഉപ്പുമാവിൽ എത്ര ഉപ്പ് ഇടണം, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അമ്മേനോടാണ്. ഇപ്പൊ ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് യൂട്യൂബിനോടാണ്. എൻ്റെ ഒരു അനിയത്തിയുണ്ട്, അവള് ബെഡ്ഷീറ്റ് വിരിക്കുന്നത് വരെ ട്യൂട്ടോറിയൽ നോക്കിയ. കഴിഞ്ഞ മാസം എൻ്റെ അമ്മമ്മയുടെ 70ാമത്തെ പിറന്നാളായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ വിചാരിച്ചു വെളിയിൽ പോയി കഴിക്കാമെന്ന്. അപ്പൊ അവള് റിവ്യൂ കണ്ട് ഒരു കിഡിലെ സ്ഥലം കണ്ടുപിടിച്ചോണ്ട് വന്നു. ഗ്രേറ്റ് ആംബിയൻസ്, ട്രഡീഷണൽ ഫുഡ്, 5 സ്റ്റാർ റേറ്റിംഗ്, ഓ സൂപ്പർ. ചെന്നപ്പോഴോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൈവേയുടെ സൈഡില് പോലീസ് വന്നാൽ പെറുക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പ്. 4-5 ദിവസമായ ട്രഡീഷണൽ ഫുഡ് സെർവ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയയെ മോശമായിട്ട് ചിത്രീകരിക്കുന്നല്ല കേട്ടോ. അതല്ല, അതിന് മുന്നൊരു സാധനമുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് അവളോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നിന്റെ പേഴ്സ് ഒന്ന് കാണിച്ചേ, അതിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. എന്തായിരിക്കും അവസ്ഥ? അടി വരുന്ന വഴി അറിയൂല. പക്ഷെ ഇതേ സാധനം യൂട്യൂബിൽ ചോദിച്ചാൽ വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെന്റ് ആയി. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പെണ്ണുങ്ങളുടെ ബാഗിൽ വില കൂടിയ ചാന്തും പൊട്ടും കണ്ണാടിയും ഒക്കെയാന്ന്. ആരുടെയെങ്കിലും കയ്യിൽ എൻ്റെ ബാഗ് കിട്ടുവാണെങ്കിൽ സ്നേഹം കൊണ്ട് പറയുക, ടോർച്ച് അടിച്ചിട്ടേ കൈ ഇടാവുള്ളൂ. കാരണം കഴിഞ്ഞ ആഴ്ച കഴിച്ച കടലമുട്ടായുടെ കടലാസ് മുതൽ 7ാം ക്ലാസ്സിലെ SD കാർഡ് വരെ കാണും ഇതിനകത്ത്. പിന്നെ മറ്റൊരു ട്രെൻഡ് ഉണ്ട്, വാട്ട് ഇസ് യുവർ ഔട്ട്ഫിറ്റ് വർത്ത്. എത്ര രൂപയാണ് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ വില, അത്രേ ഉള്ളൂ. ഇത് ഇവരാരോട് വേണമെങ്കിലും ചോദിക്കും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നോക്കിയപ്പം ഒറ്റമുണ്ട് എടുത്തിരിക്കുന്ന ഒരു അപ്പൂപ്പനോട് ചോദിക്കുക, വാട്ട് ഇസ് യുവർ ഔട്ട്ഫിറ്റ് വർത്ത് എന്ന് ചോദിക്കാം. പക്ഷെ പ്രായം നോക്കണം. ഞാൻ ഇതിനെ, അതായത് സോഷ്യൽ മീഡിയയെ മോശമാണെന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. കോവിഡ് സമയത്തൊക്കെ നോക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയ കാരണം നല്ല മാറ്റങ്ങളും വന്നിട്ടില്ലേ. ഇപ്പൊ കല്യാണങ്ങൾ എടുക്കുവാണെങ്കിൽ സ്വന്തം കൊച്ചുമോടെ കല്യാണത്തിന് വീട്ടിൽ വന്ന് കുറിയിട്ടില്ല എന്ന് പറഞ്ഞ് വരാതിരുന്ന അപ്പൂപ്പന്മാർ വരെ എന്താ ചെയ്തോണ്ടിരുന്നേ? കോവിഡ് സമയത്ത് അങ്ങോട്ട് വിളിച്ചു പറയും, എടാ ഷിബുവേ വാട്സാപ്പിൽ കുറിയിട്ടാൽ മതി, നമ്മൾ യൂട്യൂബിൽ വന്ന് കല്യാണം കണ്ടോളാവുന്നു. അവിടെ നിൽക്കുന്നില്ല, അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് കമന്റ് സെക്ഷനിൽ വന്ന് നവവധുവിനും വരനും ഒക്കെ ഒരു ആശംസ ഇട്ടിട്ടേ ഇവർ പോത്തുള്ളൂ. അത് പറഞ്ഞപ്പോഴാ കമന്റ്സ്. ഞാനുണ്ടല്ലോ വീഡിയോ മാത്രമല്ല കാണുന്നത്, ഞാൻ കമന്റ്സ് കുത്തിയിരുന്ന് വായിക്കുന്ന ഒരാളാണ്. കമന്റ് സെക്ഷനിൽ കുറച്ച് ക്ലീശകളുണ്ട്. തമാശ വീഡിയോകളുടെ താഴെ തമാശ തപ്പുന്ന ഒരു ചേട്ടൻ, പാട്ട് വീഡിയോകളുടെ അടിയിൽ എല്ലാ വർഷവും പാട്ട് കേൾക്കാൻ വന്നവരുടെ അറ്റൻഡൻസ് എടുക്കുന്ന ഒരു ചേട്ടൻ, പൊട്ട് പോലും തൊടാതെ വെളിയിൽ പോകുന്ന ഞാൻ എന്ന കമന്റ് ഇടാൻ വേണ്ടി മാത്രം മേക്കപ്പ് ട്യൂട്ടോറിയൽ കാണുന്ന ഒരു ചേച്ചി.
ഒക്കെ കമന്റ് സെക്ഷനിലെ സ്ഥിരം കഥാപാത്രങ്ങളാണ്. പിന്നെ ഈ ചേച്ചിയും ചേട്ടനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവർ ടെറിട്ടറി മാർക്ക് ചെയ്തേക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഫേസ്ബുക്ക്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടല്ലോ, രാവിലെ എണീറ്റ് ദോശ ചുട്ട അത് ഇടുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലോട്ടാ. അതിന്റെ തൊട്ടപ്പുറത്തുള്ള തേങ്ങാ ചമ്മന്തിയുടെ ഫോട്ടോ ഇട്ടിട്ട് ചോദിക്കും, ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കുന്നതെന്ന്. അച്ഛനെ പറ്റി പറയുവാണെങ്കിൽ, നിങ്ങൾ രമേശ് ചേട്ടന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ മുകളിലുള്ള ക്യാപ്ഷൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഒരു ക്യൂട്ട് പട്ടിയുടെ കൂടെ ഫോട്ടോ ഇട്ട അന്നത്തെ ക്യാപ്ഷൻ കൂട്ടുകാരൻ അല്ല ക്യൂട്ടുകാരൻ ആയിരുന്നു. അതുപോലെ ഒരു ചുവന്ന ഷർട്ട് ഇട്ട ദിവസമാണെങ്കിൽ അന്ന് പിഷാ റെഡ്ഡിയാ. ഇതൊരു തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി. ഞാൻ പിന്നെ ഒരു ക്രിയേറ്റിവിറ്റി കണ്ടിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെ ഫേസ്ബുക്ക് കമന്റ്സിലാണ്. ക്രിയേറ്റിവിറ്റി നന്നായിട്ട് കൂടുമ്പോൾ ഞാൻ വിളിച്ചു പറയും, അച്ഛാ ഇങ്ങനെ കമന്റ് ഇടല്ലേ, അങ്ങനെ കമന്റ് ഇടല്ലേ എന്ന്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞില്ല. പുള്ളിയുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് എന്നെയും കുടുംബത്തിലുള്ള 10-12 പേരെ ബ്ലോക്ക് ചെയ്തേക്കുക. ഒരാവശ്യമില്ലായിരുന്നു. പിന്നെ ഇപ്പൊ കേരളത്തിൽ നിന്ന് കാനഡയിൽ പോയതിനേക്കാളും കൂടുതൽ യൂത്ത് ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലോട്ട് പോയിട്ടുണ്ട്. പണ്ടൊക്കെ ചേച്ചിമാര് സാരിയും ചുരിദാറും ഒക്കെ ഗ്രാമത്തിലെ വീടുകളിലാണ് വിറ്റുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ വിൽക്കുന്നത് ഇൻസ്റ്റഗ്രാമത്തിലെ ഫീഡുകളിലാണ്. അതുപോലെ പണ്ടൊക്കെ പിള്ളേര് പരീക്ഷയ്ക്ക് തോറ്റ അവര് പറയും ഫ്ലൂ പിടിപെട്ടോണ്ടാണെന്നൊക്കെ. പക്ഷെ ഇപ്പൊ അവര് പറയുന്നത് കുഞ്ചാക്കോവൻ അവരുടെ റീലിന് കമന്റ് ഇടാത്തോണ്ടാണെന്നാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉണ്ണിക്കുട്ടൻ, ഇഫ് ചാക്കോച്ചൻ കമന്റ്സ് ഓൺ മൈ റീൽ ഐ സ്റ്റാർട്ട് സ്റ്റഡിങ് ഫോർ ടുമോറോസ് ഓണപരീക്ഷ. അതുപോലെ ഇപ്പൊ ആരുടെ ശബ്ദം വെച്ച് വേണമെങ്കിലും പാട്ടുകൾ ഉണ്ടാക്കിയിടാലോ. കൊച്ചു പിള്ളേരൊക്കെ വിചാരിച്ചു വെച്ചേക്കുന്നത് മോദിജി ഒരു പാട്ടുകാരനാണെന്ന്. ഇപ്പൊ ഈ പറയുന്ന ഞാൻ തന്നെ പണ്ടൊക്കെ കൂട്ടുകാരോട് സ്നേഹം കാണിക്കാനായിട്ട് നല്ല മീൽസ് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ആളാ. ഇപ്പൊ തച്ചിനിരുന്ന് ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ലേ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനൊക്കെയാണെന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ധൈര്യമാണ്. കണ്ടന്റുകളുടെ അതിപ്രസരം മൂലം നമ്മളൊരു വീഡിയോ ഇട്ടാൽ ആരും കാണൂല. ഈ കാണുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നവരോട്ട് ഓർക്കത്തുമില്ല. ഇതൊരു ധൈര്യമാണ്. ഈ ധൈര്യത്തിലാട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. അഞ്ജലി, വളരെ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര കൂളായിട്ട് വളരെ കാഷ്വൽ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നല്ല കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കുറേയൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചിട്ടുള്ള കുറച്ച് ഓൺലൈൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള തമാശകളും ഒക്കെ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അത് കേൾക്കുമ്പോഴത്തേക്കും അത് ശരിയാണല്ലോ, അങ്ങനെയാണല്ലോ എന്നൊക്കെ റിലേറ്റ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റി. സൂപ്പർ ആയിരുന്നു, സൂപ്പർ നൈസ്, അടിപൊളി. നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം എങ്ങനെ ഇരിക്കുന്നുള്ളത്, അവരുടെ ജഡ്ജ്മെന്റ് അറിയാം. രമേശ് ചേട്ടാ. അഞ്ജലി, ചില കാര്യങ്ങളിൽ ഒരു വലിയ സന്തോഷം എന്താ പറയുക, ഞാനിന്ന് അഞ്ജലി പെർഫോം ചെയ്യുമ്പോൾ അഞ്ജലിയുടെ ആദ്യത്തെ പെർഫോമൻസിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അഞ്ജലി വന്നിടത്തു നിന്നൊക്കെ വണ്ടി എടുത്തിട്ട് അഞ്ജലിക്കുള്ള ടെൻഷനുകൾ മാറ്റിയിരിക്കുന്നു. അഞ്ജലിക്ക് വളരെ ക്ഷമാപൂർവം സൗകര്യപൂർവ്വം ഓരോരോ വിറ്റായിട്ട് പതുക്കെ 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 കൃത്യമായിട്ട് വിളമ്പുന്നു. അഞ്ജലി തന്നെ ചിരിക്കുന്നു, രസിക്കുന്നു. നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു, നല്ല രസമായിരുന്നു, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. ആ സ്ക്രിപ്റ്റ് എല്ലാം അത്യാവശ്യം കുറച്ച് വിറ്റുകളേ ഉള്ളൂ. അതെല്ലാം എങ്ങനെ ഏൽപ്പിക്കാവോ അങ്ങനെ ഭംഗിയായിട്ട് വിറ്റ് വിളമ്പിപ്പോയി. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ. അഞ്ജലി അല്ലേ രാവിലെ തലയിറങ്ങി വീണത്? എല്ലാം കഴിഞ്ഞോ, മാറിയോ? ട്രിപ്പ് ഇട്ടോ അവിടെ പോയിട്ട്? ട്രിപ്പ് ഇട്ട് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞൊക്കെ ഉള്ള സ്റ്റാൻഡപ്പ് കോമഡിയുടെ സ്ക്രിപ്റ്റ് അതിനകത്ത് കിടക്കുന്ന മുഴുവനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറിയൊരു ക്ഷീണമില്ലായിരുന്നെങ്കിൽ ഇവിടെ ഫോട്ടോ എടുക്കുന്ന ഒരു സുജേഷ് ഇമാജിയോ ഉണ്ട്. അവന്റെ ഒരു ദിവസം കാലൊന്നും ഇങ്ങനെ പിടഞ്ഞിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ എടുത്തു. കുറെ നേരം വെയിറ്റ് കഴിഞ്ഞപ്പോ ഡയാനയുടെ ഫോട്ടോ വന്നതിനകത്ത്. അതെന്താ അവന്റെ ബോഡി ഫോട്ടോസ്റ്റാറ്റ് മെഷീനാണോ? അല്ല, അവൻ അങ്ങനെ അത്രയും. അല്ല, സുജേഷാണ് എന്റെ ഇവിടുത്തെ ഫ്ലോറിൽ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോസ് എടുക്കുന്ന സുജേഷാണ്. ഈ ഫ്ലോറിലെ, അതായത് ഈ ഫ്ലോറിലെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഇതിന്റെ തമ്പനയിലുകൾ ഉണ്ടാക്കാനും പോസ്റ്ററിനും ഒക്കെ വേണ്ടി ഫോട്ടോ എടുക്കാൻ വിളിച്ചതാണ് സുജേഷ് ഇമാജിയോനെ. അതിപ്പോ ഡയാന പറഞ്ഞില്ല ഇതാണ് എന്റെ ഒഫീഷ്യൽ എന്ന് പറഞ്ഞില്ലേ, ആ അവസ്ഥയാണ് ഇവിടെ. ഏതാണ്ട് ചോദിച്ചല്ലോ എന്നോട് ഫോട്ടോ എടുക്കണോ? ഇവിടെ വന്നിട്ട് ഫുഡ് വേണോന്ന് ചോദിച്ചില്ലല്ലോ. ഫോട്ടോ വേണമെന്നല്ല, ഫുഡ് വേണോന്ന് ഇതുവരെ ആരും ചോദിച്ചില്ല. ഫുഡ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, ഫോട്ടോ വേണമെങ്കിൽ അതും അറേഞ്ച് ചെയ്യാം. രാഹുലിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. സുജേഷ് സ്റ്റേജിൽ കയറി ഒരു ഫോട്ടോ എടുത്തു കൊടുക്കും. സുജേഷ്, നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ സുജേഷിനെ കാണാനുള്ള ഒരു അവസരമാണിത്. എടുത്തോ.
സുജേഷിന്റെ വീടോടെ ഒരു കോലഞ്ചേരി. കോലഞ്ചേരി. അതെ. ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പരിപാടി? ഷൂട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോകണം. കാര്യം ചെയ്യും, എൻ്റെ കൂടെ കൂടിച്ച് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ഫോട്ടോഗ്രാഫർ ആയിക്കോ. ഇല്ല അത് കാര്യമില്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മളാ നിർത്തിയേക്കെങ്കിലും 2300 ഫോട്ടോ ഡയാനയുടെ എടുക്കുമ്പോഴാണ് ഒരെണ്ണം നമ്മുടെ എടുക്കുന്നത്. അങ്ങനെയായി. ഓക്കെ. പ്രചോദേട്ടാ, അഞ്ജലിയിൽ നിന്ന് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടത് ഞങ്ങൾ 3 പേരാണ്. കാര്യം ഒന്നത്തെ കാര്യം ഇവിടെ ഇരിക്കുന്ന അറിയാമല്ലോ, ഗുണ്ടയാണ്. അടിക്കടി കൗണ്ടർ കേട്ടില്ല പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ അലർജി ഉണ്ട്, ദേഷ്യം വരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി ഒരു കൗണ്ടറും ആരും പറയണ്ട. കാര്യം എല്ലാ കൗണ്ടറും അഞ്ജലി ഇവിടെ മനോഹരമായിട്ട് പറഞ്ഞു തീർത്തു എന്നുള്ളതാണ്. നല്ല രസമുണ്ടായിരുന്നു. കാര്യം ഈ 2-3 വർഷത്തിനിടെ സോഷ്യൽ മീഡിയയിൽ വന്ന മാറ്റങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞു കൊണ്ടുവന്ന് ഇപ്പോൾ അവസാനം ചാക്കോച്ചന്റെ കമന്റ് വരെ പറഞ്ഞു. അതെനിക്ക് പിഷാരടി കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഇട്ടായിരുന്നു, ഒന്നുകൂടെ നിർബന്ധിച്ചാൽ ഞാൻ കണ്ടു. അനിയത്തിപ്രാവ് ഒന്നുകൂടെ കാണാം എന്ന് പറഞ്ഞതിന് ചാക്കോച്ചൻ റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള ചേഞ്ചസുകൾ വളരെ രസകരമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു എന്നുള്ളത്. പിന്നെ ആ ടൈമിങ്, ചേട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇപ്പം ജയിലിൽ അത് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. അതിന്റെയൊക്കെ ടൈമിംഗ് നല്ല രസമുണ്ടായിരുന്നു. എല്ലാത്തിനും ടൈമിംഗ് ഭയങ്കര ടൈമിംഗ്, ആ വിറ്റ് കൊണ്ട് എത്തിച്ചതിനകത്ത് നല്ല ടൈമിംഗ് ആയിരുന്നു. അത് രസമായിരുന്നു. പിന്നെ എക്സ്പ്രഷനൊക്കെ കൊള്ളാം. ആദ്യം പറഞ്ഞതിന് ശേഷം പുരിയൻ രണ്ടരാശമൊക്കെ പൊക്കി കാണിക്കുന്ന എക്സ്പ്രഷൻസ് പരിപാടികളെല്ലാം നീറ്റായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. അടിപൊളി. ഇൻഫാക്ട് നല്ലൊരു പ്രസൻസ് ഓഫ് മൈൻഡും ഉണ്ടായിരുന്നു. ഈ ഒരു ക്ഷീണം ഇല്ലാതെ എനിക്കറിയാം ഇതിലൊരു നെക്സ്റ്റ് ലെവൽ എനർജിയും കൂടെ ഉണ്ടായിരുന്നേനെ. എന്തായാലും ഓൾ ടുഗെദർ പൊളിഷു അഞ്ജലി, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മാർക്സ് അറിയാം. താങ്ക് യു. അല്ല, അവിടെ എൻ്റെ പേര് എഴുതി കാണിക്കണം എന്താ ഇടയ്ക്കിടയ്ക്ക്? ഇവിടെ അതിന്റെ പുറകിൽ അടിയിൽ ചുമപ്പ കളറിൽ എൻ്റെ പേര് എഴുതി കാണിക്കണം. അത് ഞങ്ങളുടെ ടാഗ് ലൈൻ ആണ്, കലിപ്പനും കാന്താരി. എന്നെ നാട്ടുകാർ വിളിക്കുന്നത് കലിപ്പൻ രാഹുൽ എന്നല്ലേ? ഇപ്പൊ അത് മാറിയില്ലേ? ഇപ്പൊ അത് വളിപ്പൻ എന്നല്ലേ വിളിക്കുന്നത്? തോമസിനും അഞ്ജലിക്കും എത്ര മാർക്സ് വീതമാണ് ലഭിക്കുന്നത്? ആരാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ എന്നൊക്കെ അറിയാൻ സമയമായിരിക്കാണ്. രമേശ് ചേട്ടാ, മാർക്സ് പ്ലീസ്. തോമസിന് ഞാൻ 46 കൊടുക്കും. 46. തോമസിന് പ്രചോദനം എത്ര കൊടുക്കും? തോമസിന് ഞാൻ 1 മാർക്ക് കൂടെ കൂടുതൽ കൊടുക്കും, 47 കൊടുക്കും. 47. അപ്പോൾ ടോട്ടൽ 93 ഔട്ട് ഓഫ് 100. അങ്ങനെയാണെങ്കിൽ ഞാൻ അഞ്ജലിക്ക് 50-ൽ 48 കൊടുത്താൽ നിങ്ങൾ എന്ത് കൊടുക്കും? പൊളിക്കും. അപ്പൊ ഞാൻ 48 കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അഞ്ജലിക്ക് കിട്ടുന്നു 96 മാർക്സ്. കൺഗ്രാറ്റുലേഷൻസ്. ദാറ്റ് മീൻസ് അഞ്ജലിയാണ് നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ. Once upon a time, കലിപ്പനും കാന്താരിയും വിജയികൾക്ക് ലഭിക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്ന സമ്മാനം. ടൈം കലിപ്പനും കാന്താരിയും പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. Until then, bye bye.